നമസ്കാരം, ഞാൻ അജിത് കുമാർ. മാത്തമാറ്റിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ടോപ്പ് ക്ലാസ്സും G1Dയുമായി ചേർന്ന് നടക്കുന്ന മാത്തമാറ്റിക്സിൻ്റെ ഒരു ക്ലാസ്സാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതിൽ ഒരു സന്തോഷകരമായ കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത്, ടോപ്പ് ക്ലാസ്സിൻ്റെ ഒരു ഓൺലൈൻ ക്ലാസ് ഞങ്ങൾ ലോഞ്ച് ചെയ്യുകയാണ്. അതൊരു 2-way ഇൻട്രാക്ഷൻ സെക്ഷനാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞങ്ങളോട് സംവേദിക്കാനുള്ള അവസരം ഈ ക്ലാസ്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ഏത് ഡൗട്ടിനും വ്യക്തമായ ഒരു മറുപടി ഞങ്ങൾ നൽകുന്നതായിരിക്കും. ഈ മാസം 27 മുതൽ, അതായത് ജൂലൈ 27 മുതൽ സെപ്റ്റംബർ മാസം 11 വരെയുള്ള ഏതാണ്ട് 40-45 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഓൺലൈൻ ക്ലാസ്സാണ് ഞങ്ങൾ കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. ഒരു ദിവസം 6 മണിക്കൂറുള്ള ക്ലാസ്സുകളായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. അത് 4 സെക്ഷൻസ് ആയിരിക്കും ഞങ്ങൾ കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഒരു 40 മുതൽ 45 ദിവസം നീണ്ടു നിൽക്കുന്ന ഓൺലൈനായിട്ടുള്ള JEEക്കും NEETനും വേണ്ടിയുള്ള ക്രാഷ് കോഴ്സാണ് ഞങ്ങൾ കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ മറക്കാതെ ഓർത്തിരിക്കുക, ഈ മാസം 27 മുതൽ സെപ്റ്റംബർ മാസം 11 വരെ 40-45 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഓൺലൈൻ ക്ലാസ്സാണ്. 2-way ഇൻട്രാക്ഷനുണ്ട്. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ഞങ്ങളോട് ഡൗട്ടുകൾ ചോദിക്കാം. അതിന് വ്യക്തമായ സൊല്യൂഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 9400001616 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റായ www.topclasses.in കയറിയാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഇതോടൊപ്പം തന്നെ എനിക്ക് വ്യക്തിപരമായി ഒരു സന്തോഷകാര്യം നിങ്ങളോട് അറിയിക്കാനുള്ളത്, ഇന്നലെ നടന്ന കീമിൻ്റെ എക്സാമിന് ഏതാണ്ട് നമ്മൾ 120ഓളം ക്വസ്റ്റ്യൻസ് ഉള്ള കീമിൻ്റെ എക്സാമിൽ ടോപ്പ് ക്ലാസ്സസ് കണ്ടക്ട് ചെയ്ത ഈ ക്ലാസ്സിൽ നിന്ന് ഏതാണ്ട് 80ഓളം ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുകയുണ്ടായി. കൃത്യമായ കണക്കുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ഞാൻ പറഞ്ഞിരുന്നു ഏതാണ്ട് 15 ക്വസ്റ്റ്യൻസാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ ചോദിച്ച എക്സാം പേപ്പറിനകത്ത് 13 ക്വസ്റ്റ്യൻസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ബൈനോമിയൽ തിയറം ആൻഡ് പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ സെക്ഷൻ, ബൈനോമിയൽ തിയറം ആൻഡ് പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ ഫസ്റ്റ് ഇയർ സെക്ഷനിൽ നിന്ന് ഏതാണ്ട് 6 ക്വസ്റ്റ്യൻ, നമ്മൾ 7 ക്വസ്റ്റ്യനാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതുപോലെ ട്രിഗണോമെട്രി എന്ന് പറയുന്ന സെക്ഷനാണെന്ന് നമ്മൾ പറഞ്ഞ 6 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സെറ്റ്സ്, റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നതിലെ 5 ക്വസ്റ്റ്യൻസ്, അതുപോലെ സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറയുന്നതിനകത്തിലെ 8 ക്വസ്റ്റ്യൻസ്, അതുപോലെ കോണിക് സെക്ഷൻ എന്ന് പറയുന്നതിനകത്തിലെ 6 ക്വസ്റ്റ്യൻസ്, അതുപോലെ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി സെക്കൻഡ് ഇയറിലെ 1-2 ചാപ്റ്ററിൽ നിന്ന് വന്നേക്കുന്ന 9 ക്വസ്റ്റ്യൻസ്, അതുപോലെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ സെക്കൻഡ് ഇയറിലെ ടോപ്പിക്കിനെ അടിസ്ഥാനപ്പെടുത്തി 5 ക്വസ്റ്റ്യൻസ്. അങ്ങനെ ഏതാണ്ട് 120-ൽ 80ഓളം ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് വേണ്ടി പറയാൻ സാധിച്ചു. അതിൽ ഞങ്ങൾ അത്യധികം ചാരിതാർത്ഥ്യമുണ്ട്. ഒരുപാട് ആളുകൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്തു, ഒരുപാട് കുട്ടികൾ ഞങ്ങളെ അഭിനന്ദനം അറിയിച്ചു. അതിനും വ്യക്തിപരമായ രീതിയിൽ ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് നന്ദി പറയുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ഇതിൻ്റെ ഒരു ഓൺലൈൻ ക്ലാസ്സുകൾ, അതായത് ഈ മാസം 27 മുതൽ സെപ്റ്റംബർ 11 വരെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 2-way ഇൻട്രാക്ഷനാണ്. നിങ്ങൾക്ക് ഏത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങളോട് ചോദിക്കാൻ സാധിക്കും. അതുപോലെ ഏതെങ്കിലും ഒരു ക്വസ്റ്റിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെയും ഇനിയുള്ള സമയത്തായെങ്കിൽ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ 24 അവർ ഉള്ള വാട്സപ്പ് നമ്പറാണ്. അതിൽ ടെക്സ്റ്റ് മെസ്സേജ് ചെയ്താൽ മതിയാകും, അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താലും മതിയാകും. അപ്പം 9400001616 എന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യപ്പെടുക. നിങ്ങൾക്ക് വ്യക്തമായ മറുപടി വളരെ വേഗം തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ഒരു ഓൺലൈൻ ക്ലാസ്സാണ് ഈ പറഞ്ഞ 27 മുതൽ സെപ്റ്റംബർ 11 വരെ 2-way ഇൻട്രാക്ഷൻ സെക്ഷനുണ്ട്. അപ്പോൾ JEEക്കും NEETനും കൃത്യമായ രീതിയിലുള്ള കോച്ചിങ് തരാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നതായിരിക്കും. അപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കുക. കഴിഞ്ഞ കീമിൽ 120ഓളം വരുന്ന ക്വസ്റ്റ്യനിൽ 80ഓളം ക്വസ്റ്റ്യൻസ് മാത്തമാറ്റിക്സിൽ പറയാൻ എനിക്ക് കഴിഞ്ഞതിൽ ഞാൻ വീണ്ടും നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സ്ട്രെയിറ്റ് ലൈനിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യപ്പെടാം. സ്ട്രെയിറ്റ് ലൈനകത്ത് നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്ന് പറയുന്നത് സ്ലോപ്പാണ്. സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പ് ഓഫ് എ ലൈൻ. ഒരു ലൈൻ വരയ്ക്കുന്ന സമയത്ത് എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കപ്പെടുന്ന ആംഗിളിൻ്റെ ടാൻ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് സ്ലോപ്പ് എന്ന് പറയും. ഒരു ലൈൻ വരയ്ക്കുന്ന സമയത്ത് ആ ലൈൻ എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കപ്പെടുന്ന ആംഗിളിൻ്റെ ടാൻ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് സ്ലോപ്പ് എന്ന് പറയും. അപ്പോൾ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ വരയ്ക്കുന്ന സമയത്ത് അത് എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കപ്പെടുന്ന ആംഗിളിൻ്റെ ടാൻ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് സ്ലോപ്പ്. സ്ലോപ്പ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ടാൻജൻറ്റ് ഓഫ് ദി ഇൻക്ലിനേഷൻ മെയ്ഡ് ബൈ ദി ലൈൻ വിത്ത് ദി പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സ്. എക്സ് ആക്സുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന സമയത്ത് ഒരു ലൈൻ എത്രമാത്രം ആംഗിൾ ഉണ്ടാക്കുന്നു അതിൻ്റെ ടാൻ വാല്യൂവിന് വിളിക്കുന്ന പേരാണ് സ്ലോപ്പ് എന്ന് പറയും. നമ്മൾ സാധാരണ സ്ലോപ്പിനെ M== എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ M= എന്ന് വിളിക്കാം ടാൻ തീറ്റ എന്ന് പറയും. എപ്പോഴും സ്ലോപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് എക്സ് ആക്സുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ M= ടാൻ തീറ്റ എന്ന് പറയുന്നതാണ് നമ്മുടെ സ്ലോപ്പ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇതാണ് ആംഗിൾ മെഷർമെൻറ്റ്. ആംഗിൾ മെഷർമെൻറ്റ് എപ്പോഴും എന്താണ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അതാണ് MEC നമ്മൾ എഴുതിയേക്കുന്ന tan θ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്ന ഇതേപോലെ തന്നെ ഒരു ലൈൻ വരയ്ക്കുന്ന സമയത്ത് ആ ലൈൻ 2 പോയിന്റ് കൂടെ പാസ് ചെയ്യുന്നു വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ആ ലൈൻ്റെ സ്ലോപ്പാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. എ എന്ന് പറയുന്ന പോയിന്റ് x1y1, ബി എന്ന് പറയുന്ന പോയിന്റ് x2y2. അങ്ങനെയെങ്കിൽ AB എന്ന് പറയുന്ന ലൈൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് AB ഈസ് ഈക്വൽ ടു നമ്മൾ എഴുതും y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ ഒരു ലൈൻ വരയ്ക്കുന്ന സമയത്ത് അത് എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കപ്പെടുന്ന ആംഗിളുണ്ട്. ആ ആംഗിളിൻ്റെ ടാൻ വാല്യൂവിന് വിളിക്കുന്ന പേരാണ് സ്ലോപ്പ് എന്ന് പറയും. MEC tan θ. ഇനി 2 പോയിന്റ് കൂടെ പാസ് ചെയ്യപ്പെടുന്ന ഒരു ലൈൻ്റെ സ്ലോപ്പാണ് കണ്ടുപിടിക്കേണ്ടത്. 2 പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന ലൈൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ ആര് വരും x2 മൈനസ് x1 എന്ന് വരും. ഇതാണ് 2 പോയിന്റ് കൂടെ പാസ് ചെയ്യപ്പെടുന്ന ലൈൻ്റെ സ്ലോപ്പ്. സ്ലോപ്പ് എന്താണെന്ന് സൂചിപ്പിച്ചു. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ വരയ്ക്കുന്ന സമയത്ത് എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കപ്പെടുന്ന ആംഗിളിൻ്റെ ടാൻ വാല്യൂവിന് വിളിക്കുന്ന പേരാണ് സ്ലോപ്പ് എന്ന് പറയും. അപ്പോൾ സ്ലോപ്പ് ഈസ് ഓഫ് എ ലൈൻ ഈസ് ദി ടാൻജന്റ് ഓഫ് ദി ഇൻക്ലിനേഷൻ മെയ്ഡ് ബൈ ദി ലൈൻ വിത്ത് ദി പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് എന്ന് പറയും. അതിനെ നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യപ്പെടുന്ന ലെറ്ററാണ് MEC tan θ. പിന്നെ പറഞ്ഞാൽ 2 പോയിന്റ് കൂടെ പാസ് ചെയ്യപ്പെടുന്ന ലൈൻ്റെ സ്ലോപ്പാണ്. 2 പോയിന്റ് കൂടെ പാസ് ചെയ്യപ്പെടുന്ന ലൈൻ എന്ന് പറയുമ്പോൾ x1y1 എന്ന് പറയുന്ന ആദ്യ പോയിന്റും x2y2 എന്ന് പറയുന്ന രണ്ടാമത്തെ പോയിന്റും. അങ്ങനെയെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ MEC y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ആയിരിക്കും. പിന്നെ അതിനുശേഷം നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യപ്പെടാൻ പോകുന്നത് വേരിയസ് ഇക്വേഷൻസ് ഓഫ് ലൈൻസ് ആണ്. ലൈൻസിൻ്റെ വേരിയസ് ഫോംസ് ആണ് നമ്മൾ ഇനി ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. അത് ശ്രദ്ധിക്കുക. വേരിയസ് ഫോംസ് ഓഫ് ലൈൻസ്. വേരിയസ് ഫോംസ് ഓഫ് ലൈൻസ് എന്ന് പറയുമ്പോൾ ഒരു ലൈൻ വരയ്ക്കുന്ന സമയത്ത് അത് എല്ലായ്പ്പോഴും എക്സ് ആക്സിന് പാരലായിട്ട് വരുന്നെങ്കിൽ, എക്സ് ആക്സിന് പാരലായിട്ടാണ് ആ ലൈൻ വരുന്നതെങ്കിൽ ആ ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y = a കോൺസ്റ്റൻ്റ് ആയിരിക്കും. എക്സ് ആക്സിന് പാരലാകുന്ന ഏതൊരു ലൈൻ്റെയും ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y = a കോൺസ്റ്റൻ്റ് ആണ്. എക്സ് ആക്സിന് പാരലാകുന്ന ഏത് ലൈൻ്റെയും ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y = കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതേപോലെ തന്നെ y ആക്സിന് പാരലാകുന്ന ലൈൻ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. y ആക്സിന് പാരലാകുന്ന ഏത് ലൈൻ്റെയും ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x = a കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഓർമ്മയിരിക്കുക. എക്സ് ആക്സിന് പാരലാകുന്ന ഏതൊരു ലൈൻ്റെയും ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y = a കോൺസ്റ്റൻ്റ്. y ആക്സിന് പാരലാകുന്ന ഏതൊരു ഇക്വേഷൻ്റെയും ഏതൊരു ലൈൻ്റെയും ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x = a കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പം 4 കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം നമ്മൾ പറഞ്ഞ സ്ലോപ്പാണ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ വരയ്ക്കുന്ന സമയത്ത് ആ ലൈൻ എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കപ്പെടുന്ന ആംഗിളിൻ്റെ ടാൻ വാല്യൂവിന് വിളിക്കുന്ന പേരാണ് സ്ലോപ്പ് എന്ന് പറയും. സ്ലോപ്പിനെ സാധാരണ M വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മൾ പറഞ്ഞ 2 പോയിന്റ് കൂടെ പാസ് ചെയ്യപ്പെടുന്ന ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. അതും MEC y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞ വേരിയസ് ഫോംസ് ഓഫ് ദി ലൈൻസ് ആണ്. എക്സ് ആക്സിന് പാരലാകുന്ന ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y = a കോൺസ്റ്റൻ്റ് ആണ്. y ആക്സിന് പാരലാകുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x = a കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഓർമ്മയിരിക്കുക. അപ്പോൾ വേരിയസ് ഫോംസ് ഓഫ് ലൈൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. എക്സ് ആക്സിന് പാരലാകുന്ന ലൈൻ്റെ ഇക്വേഷൻ y = a കോൺസ്റ്റൻ്റ്, y ആക്സിന് പാരലാകുമ്പോൾ x = a കോൺസ്റ്റൻ്റ്. അപ്പോൾ നമ്മൾ സ്ലോപ്പിൻ്റെ നിർവചനം പറഞ്ഞു. 2 ലൈൻസ് എക്സ് ആക്സിന് പാരലാകുന്ന ലൈൻ്റെ ഇക്വേഷൻ പറഞ്ഞു, y ആക്സിന് പാരലാകുന്ന ലൈൻ്റെ ഇക്വേഷൻ പറഞ്ഞു. ഇനി അടുത്തത് എക്സ് ആക്സിൻ്റെ ഇക്വേഷൻ എന്താണ്, y ആക്സിൻ്റെ ഇക്വേഷൻ എന്താണ് എന്ന് നോക്കാം. ഇതാണ് എക്സ് ആക്സ്. എക്സ് ആക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഓഫ് എക്സ് ആക്സ് എന്ന് പറഞ്ഞാൽ y = 0 ആണ്. ഇക്വേഷൻ ഓഫ് എക്സ് ആക്സിസ് y = 0. എക്സ് ആക്സിൻ്റെ ഇക്വേഷൻ. കാരണം എക്സ് ആക്സിൽ ഒരിക്കൽ പോലും ആര് കാണത്തില്ല, y കോർഡിനേറ്റ് കാണത്തില്ല. സോ ദി ഇക്വേഷൻ ഈസ് y = 0. ഇനിയും y ആക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ആക്സിൽ ഒരിക്കൽ പോലും എന്ത് കാണത്തില്ല, എക്സ് കോർഡിനേറ്റ് കാണത്തില്ല. സോ ദി ഇക്വേഷൻ ഓഫ് y ആക്സിസ് x = 0. അപ്പം 4 ഫോംസ് പറഞ്ഞു. വേരിയസ് ഫോംസ് ഓഫ് ലൈൻസിൽ 4 ഫോംസ് പറഞ്ഞു. ഒന്നാമത്തത് എക്സ് ആക്സിന് പാരലാകുന്ന ഇക്വേഷൻ എന്ന് വെച്ചാൽ y = കോൺസ്റ്റന്റ്, y ആക്സിന് പാരലാകുമ്പോൾ x = കോൺസ്റ്റന്റ്. പിന്നെ പറഞ്ഞ എന്താണ് എക്സ് ആക്സിൻ്റെ ഇക്വേഷൻ. എക്സ് ആക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y = 0 ആണ്. y ആക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x = 0. അപ്പോൾ എക്സ് ആക്സിൻ്റെ ഇക്വേഷൻ y = 0, y ആക്സിൻ്റെ ഇക്വേഷൻ x = 0. അപ്പോൾ 2 കാര്യങ്ങൾ. പിന്നെ പറഞ്ഞത് എക്സ് ആക്സിന് പാരലാകുന്നു, y ആക്സിന് പാരലാകുന്നു. 4 ഫോംസ് ഓഫ് ലൈൻസ് ആണ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞത്. അപ്പോൾ വേരിയസ് ഫോംസ് ഓഫ് ലൈൻസ് തന്നെ 4 ഫോമുകൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് പേര് കൂടിയുള്ള ലൈൻസിൻ്റെ ഫോംസ് ആണ്. അതായത് നെയിമിംഗ് ആയിട്ടുള്ള ലൈൻസിൻ്റെ ഫോംസ് ആണ്. അതിന് വിളിക്കുന്ന പേരുകളുണ്ട്. പോയിന്റ് സ്ലോപ്പ് ഫോം, 2 പോയിന്റ് ഫോം, ഇന്റർസെപ്റ്റ് ഫോം എന്നൊക്കെ പറയും. അത് ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ 4 ഫോംസ് പറഞ്ഞു കഴിഞ്ഞു. 5ാമത്തെ ഫോമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. 5ാമത്തെ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം, സ്ലോപ്പും ഇൻ്റർസെപ്റ്റും ഉണ്ടെങ്കിൽ ലൈൻ്റെ ഇക്വേഷൻ ഏതാണ് എന്നാണ് പറയുന്നത്. സ്ലോപ്പും ഇൻ്റർസെപ്റ്റും, അതായത് ഒരു ലൈൻ വരയ്ക്കുന്ന സമയത്ത് ആ ലൈൻ എക്സ് ആക്സെ വന്ന് മീറ്റ് ചെയ്യും. ഒറിജിനിൽ നിന്ന് എക്സ് ആക്സൽ മീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വൈ ആക്സൽ മീറ്റ് ചെയ്യാം. സപ്പോസ് ഈ ലൈൻ വൈ ആക്സലാണ് മീറ്റ് ചെയ്യുന്നത്, ആ ദൂരം സി ആണെന്ന് വിചാരിക്കുക. ഈ ലൈൻ്റെ സ്ലോപ്പ് എം ആണെങ്കിൽ ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ആയിരിക്കും. അപ്പോൾ ഒരു ലൈൻ വരയ്ക്കുന്നു, ആ ലൈൻ വൈ ആക്സൽ ഒരു കോൺസ്റ്റൻറ്റ് ദൂരത്തിന് മുകളിൽ വെച്ച് കട്ട് ചെയ്യുന്നു. ആ കോൺസ്റ്റൻറ്റ് ദൂരം ഒറിജിനിൽ നിന്നുള്ള മെഷർമെൻറ്റ് വിളിക്കുന്ന പേരാണ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയും. അങ്ങനെയെങ്കിൽ ആ ലൈൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ y ഈസിക്കൽ എം എക്സ് പ്ലസ് സി എന്ന് പറയും. ലൈൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? എം ആണ്. അങ്ങനെ ലൈൻ്റെ ഇക്വേഷൻ ഓർമ്മയിരിക്കുക, y ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. ഇനി ഈ പറയുന്ന ലൈൻ തന്നെ താഴെ ഇങ്ങനെ പാസ് ചെയ്യാം. ആ സമയത്ത് എം എന്തായി മാറി? നെഗറ്റീവായി മാറും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എമ്മിന് വിളിക്കുന്ന പേരാണ് സ്ലോപ്പ് എന്ന് പറയും. എം ഈസ് ഈക്വൽ ടു സ്ലോപ്പാണ്. ആൻഡ് സി എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്? y ഇൻ്റർസെപ്റ്റ് ആണ്. y ഇൻ്റർസെപ്റ്റ്. അടുത്ത ഇതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും. മറ്റൊരു ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇത് എക്സ് ആക്സ് ഉണ്ട്, വൈ ആക്സ് ഉണ്ട്. ഓക്കെ, എക്സ് ആക്സ്, വൈ ആക്സിസ്. നമ്മൾ ഒരു ലൈൻ വരയ്ക്കുന്നു. ആ ലൈൻ വരയ്ക്കുന്നത് എങ്ങനെയാണ്? അത് എക്സ് ആക്സിൽ കട്ട് ചെയ്യുന്ന ദൂരമാണ് എന്ന് വിചാരിക്കുക. എക്സ് ആക്സിൽ കട്ട് ചെയ്യുന്ന ദൂരത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് വിളിക്കും. അതിനെ ഡിനോട്ട് ചെയ്യപ്പെടുന്ന ലെറ്റർ എല്ലായ്പ്പോഴും എത്ര ആയിരിക്കും? ഡി ആയിരിക്കും. അങ്ങനെയെങ്കിൽ ലൈൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ y ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് ഡി എന്ന് എഴുതും. y ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് ഡി. എം എന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ എം എന്ന് പറഞ്ഞാൽ സ്ലോപ്പാണ്, ഡി എന്ന് പറഞ്ഞാൽ എക്സ് ഇൻ്റർസെപ്റ്റ് ആണ്. ആ ലൈൻ എക്സ് ആക്സിൽ എത്രമാത്രം ദൂരത്തിൽ വെച്ച് കട്ട് ചെയ്യുന്നു എന്നാണ് എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. ഡിക്ക് വിളിക്കുന്ന പേരാണ് എക്സ് ഇൻ്റർസെപ്റ്റ്. ഡി വേണമെങ്കിൽ ഇവിടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പുറത്തായിരിക്കാം. ഡി ഈസ് കോൾഡ് എക്സ് ഇൻ്റർസെപ്റ്റ്. അപ്പം രണ്ട് ഫോം, ഇപ്പോൾ രണ്ട് ലൈൻ്റെ ഇക്വേഷനോടെ പറഞ്ഞു. സ്ലോപ്പ്, അതിന് വിളിച്ച പേരേതാണ്? സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമാണ്. ഒരു സ്ലോപ്പും ഇൻ്റർസെപ്റ്റും ഉണ്ടെങ്കിൽ ലൈൻ്റെ ഇക്വേഷൻ ഏതാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഒരു ലൈൻ വരയ്ക്കുന്നു. ആ ലൈൻ ഇവിടെ എക്സ് ആക്സിന് മുകളിൽ വെച്ച് ഈ ലൈനെ കട്ട് ചെയ്ത് പോകുന്നു. ഈ ദൂരത്തിന് വിളിക്കുന്ന പേരാണ് സി എന്നറിയാം. ഈ ലൈൻ്റെ സ്ലോപ്പ് എം ആണെന്നറിയാം. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ ലൈൻ്റെ ഇക്വേഷനാണ് y ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. എം ഈസ് ദി സ്ലോപ്പ് ആൻഡ് സി ഈസ് ദി y ഇൻ്റർസെപ്റ്റ്. ഇതേപോലെ ഒരു ലൈൻ ഇവിടെ ഇങ്ങനെ വരച്ച് കാണിക്കാൻ സാധിക്കും. അവിടെ y ആക്സ് കട്ട് ചെയ്ത ദൂരം അറിയത്തില്ല, മറിച്ച് ആ ലൈൻ എക്സ് ആക്സ് കട്ട് ചെയ്ത ദൂരം വ്യക്തമായിട്ട് അറിയാം. ആ ദൂരത്തിന് വിളിക്കുന്ന പേര് ഡി എന്നാണ്. അങ്ങനെയെങ്കിൽ ലൈൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ y ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് ഡി ആണ്. y ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് ഡി. അത് ലെഫ്റ്റിലാകുന്ന സമയത്ത് അത് നെഗറ്റീവായി മാറാം, റൈറ്റിലാകുന്ന സമയത്തായി മാറും, പോസിറ്റീവായി മാറാം. അത് ലൈനകത്ത് വ്യക്തമായി പറഞ്ഞിരിക്കും ഏത് പോയിന്റിൽ കൂടെയാണ് ആ ലൈൻ പാസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, അടുത്ത നമ്മൾ പറയുന്നത് അടുത്ത ഫോമുല എന്ന് പറഞ്ഞാൽ 2 പോയിന്റ് ഫോമാണ്. അപ്പോൾ 2 പോയിന്റ് ഫോം എന്ന് പറയുന്ന വാക്കിൽ തന്നെ അർത്ഥം വ്യക്തമാണ്. 2 പോയിന്റ് കൂടെ പാസ് ചെയ്യപ്പെടുന്ന ലൈൻ്റെ ഇക്വേഷൻ, ദാറ്റ് ഈസ് കോൾഡ് 2 പോയിന്റ് ഫോം. 2 പോയിന്റ് ഫോം, 2 പോയിന്റ് കൂടെ പാസ് ചെയ്യപ്പെടുന്ന ലൈൻ്റെ ഇക്വേഷൻ. ഇപ്പോൾ എ ബി എന്ന് പറയുന്ന ലൈൻ ഉണ്ട് എന്ന് വിചാരിക്കുക. എ ബി എന്ന് പറയുന്ന ലൈൻ പാസ് ചെയ്യപ്പെടുന്ന പോയിന്റ് അറിയാം. എ എന്ന് പറയുന്ന പോയിന്റ് x1 y1, ബി എന്ന് പറയുന്ന പോയിന്റ് x2 y2 ആണ്. അങ്ങനെയെങ്കിൽ ആ പറയുന്ന ലൈൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ y മൈനസ് y1 ഡിവൈഡഡ് ബൈ y2 മൈനസ് y1 ഈസ് ഈക്വൽ ടു x മൈനസ് x1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ആയിരിക്കും. y മൈനസ് y1 ഡിവൈഡഡ് ബൈ y2 മൈനസ് y1 ഈസ് ഈക്വൽ ടു x മൈനസ് x1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 വിളിക്കുന്ന പേരാണ് 2 പോയിന്റ് ഫോം. 2 പോയിന്റ് കൂടെ പാസ് ചെയ്യപ്പെടുന്ന ലൈൻ്റെ ഇക്വേഷൻ ഫോർ ലൈൻ പാസിംഗ് ത്രൂ 2 given points. Suppose you are given 2 points x1 y1 and x2 y2. Then the equation of the line is y minus y1 divided by y2 minus y1 is equal to x minus x1 divided by x2 minus x1. That is simply called a 2 point form. അപ്പോൾ 2 point form പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് പോയിന്റ് സ്ലോപ്പ് ഫോം ആണ്. ഒരു പോയിന്റും സ്ലോപ്പും ഉണ്ടെങ്കിൽ ഒരു ലൈൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് എന്ന് പറയാം. അപ്പോൾ ഒരു പോയിന്റും തരും, സ്ലോപ്പും തരും. അതുകൊണ്ടാണ് ആ ലൈനിൻ്റെ നിർവചനം പോയിന്റ് സ്ലോപ്പ് ഫോം എന്ന്. അപ്പോൾ ആ ലൈൻ പാസ് ചെയ്യപ്പെടുന്ന പോയിന്റ് അറിയാം x1 y1. ഈ ലൈൻ്റെ സ്ലോപ്പ് അറിയാം എം. അങ്ങനെയെങ്കിൽ ഈ ലൈൻ്റെ ഇക്വേഷനാണ് നമുക്ക് എഴുതേണ്ടത്. അതായത് y മൈനസ് y1 ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് x1. ഒരു പോയിന്റും അറിയാം, സ്ലോപ്പ് അറിയാമെങ്കിൽ ലൈൻ്റെ ഇക്വേഷൻ y മൈനസ് y1 ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് x1. ദാറ്റ് ഈസ് കോൾഡ് പോയിന്റ് സ്ലോപ്പ് ഫോം എന്ന് പറയും. അതായത് ഒരു പോയിന്റും അറിയാം, സ്ലോപ്പ് അറിയാമെങ്കിൽ ലൈൻ്റെ ഇക്വേഷൻ y മൈനസ് y1 ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് x1 ആയി മാറും. ദാറ്റ് ഈസ് കോൾഡ്
പോയിന്റ് സ്ലോപ്പ് ഫോം. ഒരു പോയിന്റ് കൊണ്ട് സ്ലോപ്പ് ഉണ്ടെങ്കിൽ ലൈൻ ഇക്വേഷൻ ആണ് y മൈനസ് y1 ഈസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. അപ്പോൾ ഏതൊക്കെ നമ്മൾ പറഞ്ഞു? സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം പറഞ്ഞു, മുമ്പേ പറഞ്ഞ 2 പോയിന്റ് ഫോം പറഞ്ഞു, ഇപ്പോൾ ഏത് പറഞ്ഞു? പോയിന്റ് സ്ലോപ്പ് ഫോം. അടുത്ത ഫോം എന്ന് പറയുന്നത് ഇൻ്റർസെപ്റ്റ് ഫോമാണ്. അപ്പോൾ ഇൻ്റർസെപ്റ്റ് ഫോം നമ്മൾ നേരത്തെ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് പറഞ്ഞു. അപ്പോൾ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഒരു ലൈൻ വരയ്ക്കുന്ന സമയത്ത് അത് എക്സ് ആക്സിലോ അല്ലെങ്കിൽ വൈ ആക്സിലോ കട്ട് ചെയ്യുന്ന ദൂരം, ആ ലൈൻ ഒറിജിനിൽ നിന്ന് എത്രമാത്രം ദൂരത്തിൽ മാറിയാണ് നമ്മുടെ ലൈനെ കട്ട് ചെയ്യുന്നത്, ഒറിജിനിൽ നിന്ന് എത്രമാത്രം ദൂരത്തിൽ മാറിയാണ് നമ്മുടെ ലൈനെ കട്ട് ചെയ്യുന്നത് എന്നാണ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ എന്താണ് ഇൻ്റർസെപ്റ്റ് ഫോം എന്ന് നോക്കാം. ഇൻ്റർസെപ്റ്റ് ഫോം ഇപ്പോൾ ഒരു എക്സ് ആക്സ് ഉണ്ട്, വൈ ആക്സ് ഉണ്ട്, ഒരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, ഈ ലൈൻ എക്സ് ആക്സിനെ കട്ട് ചെയ്ത ദൂരമാണ് എ എന്ന് പറയുന്നത്, ആ ലൈൻ വൈ ആക്സിനെ കട്ട് ചെയ്ത ദൂരമാണ് ബി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ലൈൻ്റെ ഇക്വേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. ഇതിന് വിളിക്കുന്ന പേരാണ് ഇൻ്റർസെപ്റ്റ് ഫോം എന്ന് പറയും. ഒരു ലൈൻ വരയ്ക്കുന്ന സമയത്ത് ആ ലൈൻ എക്സ് ആക്സിൽ ഏത് ദൂരത്തിലും ആ ലൈൻ വൈ ആക്സിൽ ബി ദൂരത്തിലും വെച്ച് കട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ആ ലൈൻ്റെ ഇക്വേഷനാണ് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈസ് ഈക്വൽ ടു 1. എ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിൽ കട്ട് ചെയ്ത ദൂരവും ബി എന്ന് പറഞ്ഞാൽ വൈ ആക്സിൽ കട്ട് ചെയ്ത ദൂരവും. അങ്ങനെയെങ്കിൽ ആ ലൈൻ്റെ ഇക്വേഷൻ എപ്പോഴും ഓർമ്മയിലിരിക്കുക, എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. ദാറ്റ് ഈസ് കോൾഡ് ഇൻ്റർസെപ്റ്റ് ഫോം. എക്സ് ആക്സിലും അല്ലെങ്കിൽ വൈ ആക്സിലും കട്ട് ചെയ്യുന്ന ദൂരത്തിന് വിളിക്കുന്ന പേരാണ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയും. എക്സ് ആക്സിൽ ഏ ദൂരത്തിലും വൈ ആക്സിൽ ബി ദൂരത്തിലും കട്ട് ചെയ്യുന്നെങ്കിൽ ആ ലൈൻ്റെ ഇക്വേഷൻ എപ്പോഴും എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. അപ്പം നാമകരണം ചെയ്യപ്പെട്ട 2-3 ഇക്വേഷൻസ് നമ്മളിപ്പോൾ പറഞ്ഞു. ഒന്ന് പോയിന്റ് സ്ലോപ്പും പറഞ്ഞു, മറ്റൊന്ന് ഇൻ്റർസെപ്റ്റ് ഫോം പറഞ്ഞു, ഒന്ന് 2 പോയിന്റ് ഫോം പറഞ്ഞു, ഒന്ന് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമും പറഞ്ഞു. ഓക്കെ, ഇപ്പം നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ഇൻ്റർസെപ്റ്റ് ഫോമാണ്. എക്സ് ആക്സിൽ എ ദൂരത്തിലും വൈ ആക്സിൽ ബി ദൂരത്തിലുമാണ് ലൈൻ കട്ട് ചെയ്യുന്നതെങ്കിൽ ആ ലൈൻ്റെ ഇക്വേഷനാണ് ഞാൻ പറഞ്ഞു നിർത്തിയത്, എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. അടുത്തത് നമ്മൾ പറയുന്നത് നോർമൽ ഫോമാണ്. അപ്പം നോർമൽ ഫോം വളരെ പ്രധാനപ്പെട്ടാണ്, അതിൽ നിന്ന് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പം ഞാനത് ക്വസ്റ്റ്യനുമൊക്കെ ചെയ്ത് കാണിക്കുക. അപ്പം നോർമൽ ഫോം എന്താണെന്ന് ആദ്യം വ്യക്തമായി അറിഞ്ഞിരിക്കണം. അപ്പം നോർമൽ ഫോമിൻ്റെയിലേക്ക് നമ്മൾ കടക്കുന്നു. അപ്പം നോർമൽ ഫോം ശ്രദ്ധിക്കുക. എക്സ് വൈ ആക്സിസ്, ഇതാണ് എ ബി എന്ന് പറയുന്ന ലൈൻ. എ ബി എന്ന് പറയുന്ന ലൈൻ, എ ബിയുടെ സ്ലോപ്പ് അറിയത്തില്ല, എ ബിയുടെ പോയിന്റ് ഒന്നും അറിയത്തില്ല. പക്ഷേ എ ബിയുടെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. എ ബിയിലേക്ക് വരയ്ക്കുന്ന ഒരു പെർപെൻഡിക്കുലർ ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് പി എന്ന് പറയും. എ ബിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്ന ആ പെർപെൻഡിക്കുലർ ദൂരത്തിന് വിളിക്കുന്ന പേരാണ് പി. പി അങ്ങനെയെങ്കിൽ ഇക്വേഷൻ ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഓഫ് എ ബി, ഇക്വേഷൻ ഓഫ് എ ബി ഈസ് ഫോർമുലയുണ്ട്. ഫോർമുല എന്ന് പറഞ്ഞാൽ എക്സ് കോസ് ഒമേഗ, എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈസ് ഈക്വൽ ടു പി. എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈസ് ഈക്വൽ ടു പിക്ക് വിളിക്കാവുന്ന പേരാണ് നോർമൽ ഫോം എന്ന് പറയും. പി ഈസ് ദ ലെങ്ത് ഓഫ് ദി പെർപെൻഡിക്കുലർ ഫ്രം ദി ഒറിജിൻ ടു ദി ലൈൻ. നമുക്ക് ഏത് ലൈനിലേക്കുള്ള ഏത് ലൈൻ്റെ ഇക്വേഷൻ ആണോ കണ്ടുപിടിക്കേണ്ടത്, ആ ലൈനിലേക്ക് വരയ്ക്കപ്പെടുന്ന പെർപെൻഡിക്കുലർ നീളമാണ് ശരിക്കും ലെങ്ത് ഓഫ് ദി പെർപെൻഡിക്കുലർ ഫ്രം ഒറിജിൻ ടു ദി ലൈൻ. ഒറിജിനിൽ നിന്ന് ആ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ നീളത്തിന് വിളിക്കുന്ന പേരാണ് പി എന്ന് പറയും. അങ്ങനെയെങ്കിൽ ആ ലൈൻ്റെ ഇക്വേഷനാണ് ഈ എഴുതിയേക്കുന്ന എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈസ് ഈക്വൽ ടു പി. ഇനി ഒരു സ്വാഭാവികമായിട്ടൊരു സംശയം വരും, എന്താണ് ഒമേഗ? ഒമേഗ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ലൈൻ നമ്മുടെ എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കപ്പെടുന്ന ആംഗിളാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈനല്ല, നമ്മുടെ ലൈനിലേക്ക് വരയ്ക്കപ്പെടുന്ന പെർപെൻഡിക്കുലർ എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കപ്പെടുന്ന ആംഗിളിൽ വിളിക്കുന്ന പേരാണ് ഒമേഗ. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം, എ ബി എന്ന് പറയുന്ന ഒരു ലൈനുണ്ട്. എ ബി എന്ന് പറയുന്ന ലൈനിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ആ പെർപെൻഡിക്കുലർ എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കപ്പെടുന്ന ആംഗിളുണ്ട്. ആ എക്സ് ആക്സുമായിട്ട് ഉണ്ടാക്കപ്പെടുന്ന ആംഗിളിൽ വിളിക്കുന്ന പേരാണ് ഒമേഗ എന്ന് പറയും. ഈ പെർപെൻഡിക്കുലർ നീളമുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് പി. അങ്ങനെയെങ്കിൽ എ ബി എന്ന് പറയുന്ന ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈസ് ഈക്വൽ ടു പി ആയിരിക്കും. എങ്ങനെ? എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈസ് ഈക്വൽ ടു പി, വേർ ഒമേഗ ഈസ് ദി ആംഗിൾ മെയ്ഡ് ബൈ ദി പെർപെൻഡിക്കുലർ വിത്ത് ദി പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സ്. എക്സ് ആക്സിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ട് ഈ ലൈൻ ഉണ്ടാക്കപ്പെടുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ഒമേഗ. അങ്ങനെയെങ്കിൽ ലൈൻ്റെ ഇക്വേഷനാണ് എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈസ് ഈക്വൽ ടു പി, വേർ പി ഈസ് ദി ലെങ്ത് ഓഫ് ദി പെർപെൻഡിക്കുലർ ഫ്രം ഒറിജിൻ ടു ദി ലൈൻ. ഇതിനെ വിളിക്കുന്ന പേരാണ് നോർമൽ ഫോം. ഇതിന് വിളിക്കുന്ന പേര് നോർമൽ ഫോം. അപ്പോൾ ഇത് ഓർമ്മയുണ്ടായിരിക്കണം, നോർമൽ ഫോം. ഈ ലൈൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ ഫോർമുലയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ എ ബി എന്ന് പറയുന്ന ലൈനിലെ ഒരു പോയിന്റ് പോലും നമ്മൾ എടുക്കുന്നില്ല. എ ബി എന്ന് പറയുന്ന ലൈനിൻ്റെ ഒരു സ്ലോപ്പും ഉപയോഗിക്കുന്നില്ല. എ ബി എന്ന് പറയുന്ന പോയിന്റും ഇല്ല, സ്ലോപ്പും ഇല്ല. മറിച്ച് എ ബി എന്ന് പറയുന്ന ലൈനിലേക്ക് വരയ്ക്കപ്പെടുന്ന പെർപെൻഡിക്കുലറിൻ്റെ ആംഗിൾ അറിയാം, ആ പെർപെൻഡിക്കുലർ നീളവും അറിയാം. എ ബി എന്ന് പറയുന്ന ലൈനിൻ്റെ പോയിന്റ് ഇല്ല, സ്ലോപ്പ് ഇല്ല. മറിച്ച് എ ബി എന്ന് പറയുന്ന
ലൈനിലേക്ക് വരയ്ക്കപ്പെടുന്ന പെർപെൻഡിക്കുലർ നീളവും ആ പറയുന്ന പെർപെൻഡിക്കുലർ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കപ്പെടുന്ന ആംഗിളിനെയും അടിസ്ഥാനപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്തു, എ ബിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. ആ എ ബിയുടെ ഇക്വേഷനാണ് നമ്മൾ എഴുതിയേക്കുന്നത് എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈസ് ഈക്വൽ ടു പി. അടുത്ത നമ്മൾ പറയാൻ പോകുന്ന ഒരു ലൈനിൻ്റെ ജനറൽ ഫോമാണ്. ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ എന്താണ് എന്ന് നോക്കാം. ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ. ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ എന്ന് പറയും. ഒരു ലൈനിൻ്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 വെയർ എ ആൻഡ് ബി കനോട്ട് ബി 0 സൈമുൾട്ടേനിയസ്ലി എന്ന് പറയും. ഇതാണ് ഒരു ലൈൻ്റെ ഇക്വേഷൻ. എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആണ്. രണ്ട് വേരിയബിൾസ് ഉണ്ട്, കാരണം ലൈൻ കിടക്കുന്ന എക്സ് വൈ ആക്സിസിലാണ്, ഒരു കോൺസ്റ്റന്റ് ദൂരവുമുണ്ട്. സോ ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഈസ് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 വെയർ എക്സ് ആൻഡ് വൈ അല്ലെങ്കിൽ എ ആൻഡ് ബി കനോട്ട് ബി 0 സൈമുൾട്ടേനിയസ്. എയും ബി ഒരേ സമയത്ത് 0 ആകാൻ പാടില്ല. എയും ബി ഒരേ സമയത്ത് 0 ആയി കഴിഞ്ഞാൽ എന്ത് വരും, എക്സ് സി ഈക്വൽ ടു 0 എന്നായി മാറും. അതുകൊണ്ട് എയും ബിയും ഒരേ സമയത്ത് 0 ആകത്തില്ല, മറിച്ച് എന്താ, ഒന്നുകിൽ എ 0 ആകാം, അപ്പോൾ വൈ ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് വരും, അല്ലെങ്കിൽ ബി 0 ആകും, അപ്പോൾ എ എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്നായി മാറും. അപ്പോൾ ലൈൻ്റെ ജനറൽ ഇക്വേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് ലൈൻ്റെ ജനറൽ ഫോം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്ന ജനറൽ ഫോമിനെ തന്നെ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമിലേക്കോ അല്ലെങ്കിൽ നോർമൽ ഫോമിലേക്കോ അല്ലെങ്കിൽ ഇൻ്റർസെപ്റ്റ് ഫോമിലേക്കൊക്കെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെയാണെന്നാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ജനറൽ ഇക്വേഷൻ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈസ് ഈക്വൽ ടു 0. അടുത്തത് റിഡക്ഷൻ ഓഫ് ജനറൽ ഇക്വേഷൻസിൻ്റെ വേരിയസ് ഫോംസ് ആണ്. നമ്മുടെ ജനറൽ ഇക്വേഷനായ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈനെ വേരിയസ് ഫോംസിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, റെഡ്യൂസ് ചെയ്യപ്പെടാൻ പോവുകയാണ്. അത് എങ്ങനെയാണ് എന്നൊന്ന് ശ്രദ്ധിക്കാം. Reduction of general equations, reduction of general equations into various forms. Reduction of general equation into various forms എന്നാണ് നമ്മൾ ഹെഡിങ് കൊടുക്കുന്നത്. ആദ്യം തന്നിരിക്കുന്ന ലൈനെ നമ്മൾ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം. സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ ഏത് ഫോമാണ്, വൈ ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സിക്ക് വിളിക്കുന്ന പേരാണ് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം എന്ന് പറയും. അപ്പോൾ ജനറൽ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഫോമിലേക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യപ്പെടാം എന്നാണ് ചോദിക്കുന്നത്. പലപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ജെയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പം ശ്രദ്ധിക്കുക, എങ്ങനെയാണ് ജനറൽ ഇക്വേഷനെ നമ്മൾ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ജനറൽ ഇക്വേഷൻ നമുക്കറിയാം എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈസ് ഈക്വൽ ടു 0. ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ബി വൈ ഈസിക്കൽ എന്ന് വിളിക്കാം. ബി വൈ ഈസിക്കൽ ടു മൈനസ് എ എക്സ് മൈനസ് സി എന്നായി മാറും. വൈ ഈസ് ഈക്വൽ ടു മൈനസ് എ ബൈ ബി. വൈ ഈസിക്കൽ ടു മൈനസ് എ ബൈ ബി ഇൻറ്റു എക്സ് പ്ലസ് മൈനസ് സി ബൈ ബി എന്നായി മാറും. അപ്പോൾ ഇത് ഏത് ഫോമിലായി മാറി, വൈ ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന് പറയുന്ന ഫോമിലായി മാറി. വൈ ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. എം എന്ന് പറഞ്ഞാൽ ആരാണ്, മൈനസ് എ ബൈ ബി. സി എന്ന് പറഞ്ഞാൽ ആരാണ്, മൈനസ് സി ബൈ എ. ഇവിടെ സി എന്ന് ഉദ്ദേശിക്കുന്നത് വൈ ഇൻ്റർസെപ്റ്റ്. വൈ ഇൻ്റർസെപ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, മൈനസ് സി ബൈ ബി. സ്ലോപ്പ് ഏതാണ്, മൈനസ് എ ബൈ ബി. അപ്പം ഇവിടെ ചെയ്ത കാര്യം എന്താണ്, ജനറൽ ഇക്വേഷനെ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, റെഡ്യൂസ് ചെയ്തു. സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ വൈ ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന് പറയുന്ന ഫോമിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, റെഡ്യൂസ് ചെയ്തു. ദാറ്റ് ഈസ് ദി ജനറൽ ഇക്വേഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ് ഇൻ ദി ഫോം വൈ ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. അത് ഓർമ്മയിരിക്കുക, എം എക്സ് പ്ലസ് സി എന്ന് പറയുന്ന രീതിയിലേക്കാണ് നമ്മൾ റെഡ്യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഈ പറഞ്ഞ ജനറൽ ഇക്വേഷൻ തന്നെ ലൈൻ്റെ മറ്റൊരു ഫോമായ നോർമൽ ഫോമിലേക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന ജനറൽ ഇക്വേഷനെ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈനെ നോർമൽ ഫോമായ എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈസ് ഈക്വൽ ടു പി എന്ന് പറയുന്ന ഫോമിലേക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം എന്ന് ചിന്തിക്കാം. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈസ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ എ എക്സ് പ്ലസ് ബി വൈ ഈസ് ഈക്വൽ എന്ന് വിളിക്കാം മൈനസ് സി. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു മൈനസ് കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം ആ സി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. സി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് പറയാൻ പോകുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് പോസിറ്റീവ് മെഷർമെൻ്റ് ആണ്. അതുകൊണ്ട് സി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് എ എക്സ് മൈനസ് ബി വൈ ഈസ് ഈക്വൽ ടു സി. അടുത്ത സ്റ്റെപ്പിൽ ഡിവൈഡിങ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഇതിന് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കൊണ്ട് ഇവിടെ എന്ത് വരും, മൈനസ് എ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് മൈനസ് ബി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ്
എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് ബി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇതാണ് ഫോം. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം, എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈൻ ഈ സിയെ കൂടെ നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്തായി മാറും? എ എക്സ് പ്ലസ് ബി വൈ ഈസ് ഈക്വൽ ടു മൈനസ് സി. നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഇതിനൊരു മൈനസ് കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് എ എക്സ് മൈനസ് ബി വൈ ഈസ് ഈക്വൽ ടു സി എന്നായി മാറും. സി ഇസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ വെച്ച് ഡിവൈഡ് ചെയ്യുക. അതായത് മൈനസ് എ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് മൈനസ് ബി വൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയി മാറും. അപ്പോൾ ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈസ് ഈക്വൽ ടു പി എന്ന് പറയുന്ന ഫോമിലാണ്. എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈസ് ഈക്വൽ ടു പി എന്ന് പറഞ്ഞാൽ ഇവിടെ കോസ് ഒമേഗയുടെ സ്ഥാനത്ത് ആരാണ്? മൈനസ് എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. സൈൻ ഒമേഗയുടെ സ്ഥാനത്ത് ആരാണ് കിടക്കുന്നത്? മൈനസ് ബി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. പിയുടെ സ്ഥാനത്ത് കിടക്കുന്ന ആരാണ്? സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഇത് ഏത് ഫോമുല? എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈസിക്കൽ പി എന്ന് പറയുന്ന ഫോമിലാണ്. കോസ് ഒമേഗ ഈസിക്കൽ മൈനസ് എ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. സൈൻ ഒമേഗ ഈസിക്കൽ മൈനസ് ബി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. പി എന്ന് പറഞ്ഞാൽ സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഫോമിലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏത് ഫോമായി മാറി? ഇത് നോർമൽ ഫോമിലായി മാറി എന്നർത്ഥം. എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈസ് ഈക്വൽ ടു പി എന്ന് പറയുന്ന ഫോം. പി ഈസ് സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആൻഡ് കോസ് ഒമേഗ ഈസ് മൈനസ് എ. എക്സിൻ്റെ കൂടെ വരുന്ന ആരാണോ അയാളാണ് കോസ് ഒമേഗ. വൈയുടെ കൂടെ ആര് വരുന്നു? അയാളാണ് സൈൻ ഒമേഗ. അപ്പോൾ ഇതാണ് അതിൻ്റെ നോർമൽ ഫോമിലേക്കുള്ള റിഡക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ ഈ പറയുന്ന ജനറൽ ഇക്വേഷനായ ലൈനെ ഇൻ്റർസെപ്റ്റ് ഫോമായ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഫോമിലേക്ക് നമ്മൾ എന്ത് ചെയ്യപ്പെടാൻ പോകുന്നു? റെഡ്യൂസ് ചെയ്യപ്പെടാൻ പോകുന്നു. അത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം. ഇപ്പോൾ ജനറൽ ഇക്വേഷൻ ഞാൻ എഴുതുന്നു. എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈസ് ഈക്വൽ ടു 0. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ സിയെ കൂടെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ആര് വരും? എ എക്സ് പ്ലസ് ബി വൈ ഈസ് ഈക്വൽ ടു മൈനസ് സി. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ആര് ചെയ്യും? ഒരു മൈനസ് സി വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യും. ഡിവൈഡിങ് ബൈ മൈനസ് സി. അപ്പോൾ എ എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് സി പ്ലസ് ബി വൈ ഡിവൈഡഡ് ബൈ മൈനസ് സി ഈസ് ഈക്വൽ ടു 1. അല്ലെങ്കിൽ എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് സി ബൈ എ പ്ലസ് വൈ ഡിവൈഡഡ് ബൈ മൈനസ് സി ബൈ ബി ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ഏത് ഫോമിലായി മാറി? എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഫോമിലായി മാറി. അപ്പോൾ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഫോം. സിയെ കൂടെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ മൈനസ് സി ആയി മാറി. അടുത്ത സ്റ്റെപ്പിൽ മൈനസ് സി വെച്ച് ഡിവൈഡ് ചെയ്യും. അതായത് എ എക്സ് ഡിവൈഡ് ബൈ മൈനസ് സി പ്ലസ് ബി വൈ ഡിവൈഡഡ് ബൈ മൈനസ് സി ഈസ് ഈക്വൽ ടു മൈനസ് സി ബൈ മൈനസ് സി എന്ന് പറഞ്ഞാൽ എന്തായി മാറി? 1 ആയി മാറും. അടുത്ത സ്റ്റെപ്പിൽ എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് സി ബൈ എ എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് സി ബൈ എ പ്ലസ് വൈ ഡിവൈഡഡ് ബൈ മൈനസ് സി ബൈ ബി ഈക്വൽ ടു എത്രയായി മാറി? 1. എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് സി ബൈ എ പ്ലസ് വൈ ഡിവൈഡഡ് ബൈ മൈനസ് സി ബൈ ബി ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അത് ഏത് ഫോമിലാണ്? ഇൻ്റർസെപ്റ്റ് ഫോം. എക്സ് ആക്സിൽ കട്ട് ചെയ്യുന്ന ദൂരമാണ് മൈനസ് സി ബൈ എ. വൈ ആക്സിൽ കട്ട് ചെയ്ത ദൂരമാണ് മൈനസ് സി ബൈ ബി. അപ്പോൾ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഫോമിലായി മാറി. എക്സ് ആക്സിൽ കട്ട് ചെയ്ത ദൂരം മൈനസ് സി ബൈ ബി, വൈ ആക്സിൽ കട്ട് ചെയ്ത ദൂരം മൈനസ് എക്സ് ആക്സിൽ കട്ട് ചെയ്ത ദൂരം മൈനസ് സി ബൈ എ, വൈ ആക്സിൽ കട്ട് ചെയ്ത ദൂരം മൈനസ് സി ബൈ ബി ഈക്വൽ ടു 1. ഇതിന് വിളിക്കുന്ന പേരാണ് ഇൻ്റർസെപ്റ്റ് ഫോം. ഇൻ്റർസെപ്റ്റ് മീൻസ് എക്സ് ആക്സിൽ അല്ലെങ്കിൽ വൈ ആക്സിൽ കട്ട് ചെയ്യുന്ന ദൂരത്തിന് വിളിക്കുന്ന പേരാണ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത്. എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഫോമിലാണ്. അപ്പം ഇതിന് വിളിക്കുന്ന പേരാണ് ഇൻ്റർസെപ്റ്റ് ഫോം. നമ്മളിപ്പോൾ ചെയ്തേക്കുന്ന ഇത്ര 3 കാര്യങ്ങളാണ്. അതായത് ജനറൽ ഇക്വേഷനെ നമ്മൾ വേരിയസ് ഫോംസിലേക്ക് റെഡ്യൂസ് ചെയ്തു. ഒന്ന് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം റെഡ്യൂസ് ചെയ്തു, മറ്റൊന്ന് ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്തു, അടുത്തത് നോർമൽ ഫോമിലേക്ക് നമ്മൾ റെഡ്യൂസ് ചെയ്ത് ഞാൻ കാണിച്ചു. ഇത് 3ഉം എപ്പോഴും ഓർമ്മയിരിക്കണം. ജെയ്ക്ക് ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് വൈ ഇൻ്റർസെപ്റ്റ് ഏതാണ്, അല്ലെങ്കിൽ എക്സ് ഇൻ്റർസെപ്റ്റ് ഏതാണ്, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനൊക്കെ പലപ്പോഴും ജെയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത് ഓർമ്മയിരിക്കുക. തന്നിരിക്കുന്ന ജനറൽ ഇക്വേഷനെ വേരിയസ് ഫോംസിലേക്ക് റെഡ്യൂസ് ചെയ്യുന്ന രീതി എപ്പോഴും വ്യക്തമായി അറിഞ്ഞിരിക്കണം. അപ്പം നമ്മൾ ആദ്യം നോർമൽ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്ത കാര്യം ഓർമ്മയിരിക്കുക. അതായത് നോർമൽ ഫോം എന്ന് പറഞ്ഞാൽ എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈസ് ഈക്വൽ ടു പി എന്ന് പറയുന്ന ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്ത് ഓർമ്മയിരിക്കുക. അടുത്തത് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമായ വൈ ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സിയിലേക്ക് നമ്മൾ റെഡ്യൂസ് ചെയ്ത് ഓർമ്മയിരിക്കുക. അവസാനം പറഞ്ഞത് ഇൻ്റർസെപ്റ്റ് ഫോമായ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഫോമിലേക്കും റെഡ്യൂസ് ചെയ്ത് നന്നായി ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ ലൈനാണ്. ഒരു പോയിന്റും ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണ് എന്നാണ് അടുത്ത പറയാൻ പോകുന്നത്. ഡിസ്റ്റൻസ്
ഓഫ് എ പോയിന്റ് ഫ്രം എ ലൈൻ. ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ ലൈൻ എന്ന് പറയുമ്പോൾ സപ്പോസ് ഇവിടെ ഒരു പോയിന്റ് കിടപ്പുണ്ട് x1 y1 z1 എന്ന് പറഞ്ഞാൽ മതി. 2 ഡയമെൻഷൻ ആയിട്ട് പറയാം. x1 y1 എന്ന് പറയപ്പെടുന്ന പോയിന്റ് ഇത് നമ്മുടെ ലൈനാണ്. ax പ്ലസ് by പ്ലസ് c ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈൻ. അപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മുടെ ലൈനിൽ നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഫോർമുലയാണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും മെഷർ ചെയ്യപ്പെടുന്ന പെർപ്പൻഡിക്കുലർ ആയിരിക്കും. അതൊരു പെർപ്പൻഡിക്കുലർ മെഷർമെൻ്റ് ആയിരിക്കും. അതും എപ്പോഴും ഓർമ്മയിരിക്കുക. അങ്ങനെയെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഈ ഒരു പോയിന്റും ഈ ax പ്ലസ് by പ്ലസ് c ഈക്വൽ 0 എന്ന് പറയുന്ന ലൈനിൽ നമ്മുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ax1 പ്ലസ് by1 പ്ലസ് സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇതാണ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. x1 y1 എന്ന് പറയപ്പെടുന്ന പോയിന്റ് ഉണ്ട്. ax പ്ലസ് by പ്ലസ് സി ഈക്വൽ 0 എന്ന് പറയുന്ന ഒരു ലൈനുണ്ട്. അപ്പോൾ x1 y1 എന്ന് പറയുന്ന പോയിന്റും ax പ്ലസ് by പ്ലസ് സി ഈക്വൽ 0 എന്ന് പറയുന്ന ലൈനും ഉണ്ടെങ്കിൽ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഓർമ്മയിരിക്കുക. എങ്ങനെയാണ്? മോഡുലസ് ഓഫ് ax1 പ്ലസ് by1 പ്ലസ് സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഓർമ്മയിരിക്കുക, ഒരു പോയിന്റും ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഫോർമുല മോഡുലസ് ഓഫ് ax1 പ്ലസ് by1 പ്ലസ് സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഇതാണ് ഒരു പോയിന്റും ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കപ്പെടുന്ന ഫോർമുല. ഇത് എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം. ഓക്കെ, ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ ലൈൻ. ഏത് ലൈനിൽ നിന്നും ഒരു പോയിന്റ് ഉണ്ടാക്കുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ആ പോയിന്റിൽ നിന്ന് ലൈനിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ആ പോയിന്റിൽ നിന്ന് ലൈനിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഈ പെർപെൻഡിക്കുലർ ഏത് പോയിന്റിലാണോ മീറ്റ് ചെയ്യപ്പെടുന്നത് ആ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ്. ഇപ്പോൾ പെർപെൻഡിക്കുലർ എ എന്ന് പറയുന്ന പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ എ മുതൽ ഈ പോയിന്റ് ബി എന്ന് വിളിച്ചാൽ എ മുതൽ ബി വരെയുള്ള ദൂരമാണ് യഥാർത്ഥത്തിൽ ആ പോയിന്റും ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അത് കണ്ടുപിടിക്കുന്ന ഫോമാണ് ഈ എഴുതിയിരിക്കുന്നത്. ax1 പ്ലസ് by1 പ്ലസ് സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ദാറ്റ് ഈസ് സിംപിളി ദ ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ ലൈൻ. അടുത്ത് നമ്മൾ പറയുന്ന രണ്ട് ലൈൻസ് പാരലാകുന്ന സമയത്ത് അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. പിന്നെ എങ്ങനെയാണ് ലൈൻസ് പാരലാകുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ലൈൻസ് പെർപെൻഡിക്കുലർ ആയത് എന്ന് മനസ്സിലാക്കുന്ന രീതിയും ഞാൻ ഇതോടൊപ്പം തന്നെ പറയുകയാണ്. അപ്പം ശ്രദ്ധിക്കുക. രണ്ട് ലൈൻസ് എപ്പോഴാണ് പാരലൽ അല്ലെ രണ്ട് ലൈൻസ് എപ്പോഴാണ് പെർപെൻഡിക്കുലർ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. പാരലൽ ആൻഡ് പെർപെൻഡിക്കുലർ. രണ്ട് ലൈൻസ് പാരലാകുന്ന സമയത്ത് എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം അവയുടെ സ്ലോപ്പ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഇഫ് ടു ലൈൻസ് ആർ പാരലൽ, ഇഫ് ടു ലൈൻസ് ആർ പാരലൽ എന്ന് വിളിക്കാം. സ്ലോപ്സ് ആർ ഈക്വൽ. രണ്ട് ലൈൻസ് പാരലൽ ആകുന്ന സമയത്ത് സ്ലോപ്സ് എന്തായി മാറി? സ്ലോപ്പ് ഈക്വൽ ആയി മാറും. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം m1 ഈസ് ഈക്വൽ എത്രയായി മാറി? m1 ഈസ് ഈക്വൽ ടു m2 ആയി മാറി. ആദ്യ ലൈൻ്റെ സ്ലോപ്പ് m1 ആണെന്ന് വിചാരിക്കുക, രണ്ടാമത്തെ ലൈൻ്റെ സ്ലോപ്പ് m2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ആ രണ്ട് ലൈൻസ് പാരലൽ ആകുന്നതിൻ്റെ സമയത്ത് സ്ലോപ്പുകൾ എന്തായി മാറി? ഈക്വൽ ആയി മാറി. അപ്പോൾ വെൻ ടു ലൈൻസ് ആർ പാരലൽ ദെൻ ദി സ്ലോപ്സ് ആർ ഈക്വൽ. എപ്പോഴും ഓർമ്മയിരിക്കുക. അപ്പോൾ പാരലിൻ്റെ കണ്ടീഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്ന പെർപെൻഡിക്കുലറിൻ്റെ കണ്ടീഷൻസ് ആണ്. പാരലാകുന്ന സമയത്ത് ഞാൻ സൂചിപ്പിച്ചു സ്ലോപ്സ് എന്തായി മാറി? ഈക്വൽ ആയി മാറി. പെർപെൻഡിക്കുലർ ആകുന്ന സമയത്തോ വെൻ ടു ലൈൻസ് ആർ പെർപെൻഡിക്കുലർ, രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആകുമ്പോൾ അവയുടെ സ്ലോപ്പുകളുടെ പ്രോഡക്റ്റ് എല്ലായ്പ്പോഴും -1 ആയിരിക്കും. രണ്ട് ലൈൻസ് പാരലാകുന്ന സമയത്ത് സ്ലോപ്പുകൾ ഈക്വൽ ആയിരിക്കും. രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആകുമ്പോൾ അവയുടെ സ്ലോപ്പുകൾ തമ്മിലുള്ള പ്രോഡക്റ്റ് എല്ലായ്പ്പോഴും എത്രയായി മാറും? -1 ആയിരിക്കും. അതും ഓർമ്മയുണ്ടായിരിക്കണം. രണ്ട് ലൈൻസ് പാരലാകുമ്പോൾ സ്ലോപ്പുകൾ ഈക്വലായി മാറി. രണ്ട് ലൈൻസ് പാരലാകുന്ന സമയത്ത് സ്ലോപ്പുകൾ ഈക്വലായി മാറി. അതേ സമയത്ത് പെർപെൻഡിക്കുലർ ആകുന്ന സമയത്ത് പ്രോഡക്റ്റ് ഓഫ് ദി സ്ലോപ്പ് എല്ലായ്പ്പോഴും -1 ആയിരിക്കും. ആദ്യ ലൈൻ്റെ സ്ലോപ്പിനെ m1 എന്നും രണ്ടാമത്തെ ലൈൻ്റെ സ്ലോപ്പിനെ m2 എന്ന് വിളിച്ചാൽ ദി പ്രോഡക്റ്റ് ഓഫ് ദി സ്ലോപ്പ് m1 ഇൻറ്റു m2 ഈസ് ഈക്വൽ എത്രയായി മാറി? -1. അടുത്തത് നമ്മൾ പറയാൻ പോകുന്ന ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൈൻസ് ആണ്. രണ്ട് ലൈൻസ് പാരലാകുന്ന സമയത്ത് അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കാം. അപ്പോൾ a1x പ്ലസ് b1y പ്ലസ് c1 ഈസ് ഈക്വൽ ടു 0യും അടുത്ത a2x പ്ലസ് b2y പ്ലസ് c2 ഈക്വൽ ടു 0യുമാണെങ്കിൽ
ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന സമയത്ത് കണ്ടുപിടിക്കാൻ മോഡുലസ് ഓഫ് C2 മൈനസ് C1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ. ഇതാണ് രണ്ട് ലൈൻസ് പാരലാകുന്ന സമയത്ത്. ഒരു കാര്യമാണ് വേണമെങ്കിൽ ഇവിടെ പറയാം, രണ്ടിടത്തും എയും ബിയും മതി, അപ്പോൾ പറയാൻ എളുപ്പമായിരിക്കും. ദാറ്റ് ഈസ് AX പ്ലസ് BY പ്ലസ് C1 ഈസിക്കൽ 0, അടുത്ത AX പ്ലസ് BY പ്ലസ് C2 ഈസിക്കൽ 0. അങ്ങനെയെങ്കിൽ അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ C2 മൈനസ് C1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, രണ്ട് ലൈൻസ് പാരലാകുന്ന സമയത്ത് അവയുടെ എക്സിൻ്റെയും വൈയുടെയും കമ്പോണൻസ് ഒന്നിൽ പ്രപ്പോർഷണൽ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഒന്നിലവ പ്രപ്പോർഷണൽ ആയിരിക്കും. എക്സ് ആൻഡ് വൈ എയുടെയും ബിയുടെയും കോയിഫിഷ്യനുകൾ തമ്മിൽ ഒരു സെയിം പ്രപ്പോർഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അവ എന്തായി മാറും, ഈക്വലായി മാറും. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് എഴുതിയിരിക്കുന്നത് C2 മൈനസ് C1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ. അപ്പോൾ രണ്ട് ലൈൻസ് പാരലാകുന്ന സമയത്ത് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല മോഡുലസ് ഓഫ് C2 മൈനസ് C1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ. അപ്പോൾ ഈ ഒരു കാര്യം വ്യക്തമായി അറിഞ്ഞിരിക്കുക. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞു പോയത് സ്ലോപ്പ് എന്താണ് എന്ന് പറഞ്ഞു. ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, എമൗണ്ട് ഓഫ് റൊട്ടേഷൻ പെർഫോംഡ് ബൈ എ റേ ഫ്രം ദി ഇനിഷ്യൽ സൈഡ് ടു ടെർമിനൽ സൈഡ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ. ഈ ആംഗിളിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു ലൈൻ വരയ്ക്കുന്ന സമയത്ത് ഇനിഷ്യൽ സൈഡിൽ നിന്ന് ടെർമിനൽ സൈഡ് എത്താൻ എടുക്കുന്ന എമൗണ്ട് ഓഫ് മെഷർമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ. അതിനെ ഡിനോട്ട് ചെയ്യപ്പെടുന്ന ലെറ്ററിനെ വിളിക്കുന്ന പേരാണ് തീറ്റ എന്ന് പറയും. ഒരു ലൈൻ വരയ്ക്കുന്ന സമയത്ത് എമൗണ്ട് എക്സ് ആക്സിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എത്താൻ, അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് റൊട്ടേഷൻ പെർഫോംഡ് ബൈ എ റേ ഫ്രം ദി ഇനിഷ്യൽ സൈഡ് ടു ടെർമിനൽ സൈഡ്, അതിന് വിളിക്കുന്ന പേരാണ് ആംഗിൾ. ആംഗിളിനെ ഡിനോട്ട് ചെയ്യപ്പെടുന്ന ലെറ്ററാണ് തീറ്റ എന്ന് പറയും. ഓക്കെ, ആ തീറ്റയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ എന്ത് ചെയ്തത്, സ്ലോപ്പ് പറഞ്ഞത്. സ്ലോപ്പ് M= എന്ത് വിളിക്കാം, ടാൻ തീറ്റ എന്ന് വിളിക്കാം. പിന്നെ പറഞ്ഞാൽ രണ്ട് പോയിന്റുകൂടെ പാസ് ചെയ്യപ്പെടുന്ന ലൈൻ്റെ സ്ലോപ്പ് y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. പിന്നെ വേരിയസ് ഫോംസ് ഓഫ് ലൈൻസ് പറഞ്ഞു. വേരിയസ് ഫോംസ് ഓഫ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്, എക്സ് ആക്സ് പാരലാകുന്ന ഇക്വേഷൻ പറഞ്ഞു, വൈ ആക്സ് പാരലാകുന്ന ഇക്വേഷൻ പറഞ്ഞു, എക്സ് ആക്സിൻ്റെ ഇക്വേഷൻ പറഞ്ഞു, വൈ ആക്സിൻ്റെ ഇക്വേഷൻ പറഞ്ഞു. പിന്നെ നാമകരണം ചെയ്യപ്പെട്ട ചില ലൈൻസുകൾ, അതായത് പോയിന്റ് സ്ലോപ്പ് ഫോം പറഞ്ഞു, 2 പോയിന്റ് ഫോം പറഞ്ഞു, ഇൻ്റർസെപ്റ്റ് ഫോം പറഞ്ഞു, നോർമൽ ഫോം പറഞ്ഞു. പിന്നെ ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ ജനറൽ ഇക്വേഷൻ ഓഫ് ദി ലൈനാണ്. ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ എന്ന് പറയുന്ന സമയത്ത് അതിനെ വേരിയസ് ഫോംസിലെ റെഡ്യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. ജയിക്കൊക്കെ പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഈ പറഞ്ഞ ജനറൽ ഇക്വേഷനെ വേരിയസ് ഫോംസിലേക്ക് റെഡ്യൂസ് ചെയ്യുക എന്ന് പറയും. അതായത് ഇൻ്റർസെപ്റ്റ് ഫോം ഉണ്ട്, സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം ഉണ്ട്, നോർമൽ ഫോമിലേക്കൊക്കെ അതിനെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതിനുശേഷം നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഏതാണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പാരലൈൻസ്. അതുപോലെ രണ്ട് ലൈൻസ് പാരലാകുന്ന കണ്ടീഷൻ, രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആകുന്ന കണ്ടീഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന സെക്ഷനകത്ത് നമ്മൾ പഠിച്ചത്. ഇതൊരു പ്ലസ് വണ്ണിലെ ടോപ്പിക്കാണ്, പക്ഷേ ഇത് നന്നായിട്ട് അറിയണം. സാധാരണഗതിയിൽ JEE സംബന്ധിച്ച് പറയുമ്പോൾ 4 മുതൽ 6 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് സ്ട്രെയിറ്റ് ലൈനകത്ത് വരാറുള്ളത്. അപ്പോൾ ഇത് വ്യക്തമായി മനസ്സിലാക്കപ്പെടുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള JEEയുടെ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കാം. ഓക്കെ, ടോപ്പ് ക്ലാസ്സും G1Dയുമായി ചേർന്ന് നടക്കുന്ന മാത്തമാറ്റിക്സിൻ്റെ ഒരു ക്ലാസ്സാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതിൽ ഒരു സന്തോഷകരമായ കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത്, ടോപ്പ് ക്ലാസ്സിൻ്റെ ഒരു ഓൺലൈൻ ക്ലാസ് ഞങ്ങൾ ലോഞ്ച് ചെയ്യുകയാണ്. അതൊരു 2-way ഇൻട്രാക്ഷൻ സെക്ഷനാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞങ്ങളോട് സംവേദിക്കാനുള്ള അവസരം ഈ ക്ലാസ്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ഏത് ഡൗട്ടിനും വ്യക്തമായ ഒരു മറുപടി ഞങ്ങൾ നൽകുന്നതായിരിക്കും. ഈ മാസം 27 മുതൽ, അതായത് ജൂലൈ 27 മുതൽ സെപ്റ്റംബർ മാസം 11 വരെയുള്ള ഏതാണ്ട് 40-45 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഓൺലൈൻ ക്ലാസ്സാണ് ഞങ്ങൾ കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. ഒരു ദിവസം 6 മണിക്കൂറുള്ള ക്ലാസ്സുകളായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. അത് 4 സെക്ഷൻസ് ആയിരിക്കും ഞങ്ങൾ കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഒരു 40 മുതൽ 45 ദിവസം നീണ്ടു നിൽക്കുന്ന ഓൺലൈനായിട്ടുള്ള JEEക്കും NEETനും വേണ്ടിയുള്ള ക്രാഷ് കോഴ്സാണ് ഞങ്ങൾ കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ മറക്കാതെ ഓർത്തിരിക്കുക, ഈ മാസം 27 മുതൽ സെപ്റ്റംബർ മാസം 11 വരെ 40-45 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഓൺലൈൻ ക്ലാസ്സാണ്. 2-way ഇൻട്രാക്ഷനാണ്. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ഞങ്ങളോട് ഡൗട്ടുകൾ ചോദിക്കാം. അതിന് വ്യക്തമായ സൊല്യൂഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 9400001616 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റായ www.topclasses.in കയറിയാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള JEEയുടെ ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എ ലൈൻ passes through the point 2, 2 and perpendicular to the line
3x plus y is equal to 3, then y intercept is എത്രയാണ് എന്നാണ് ചോദ്യം. then y intercept is, ആദ്യ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 2 ആണ്, രണ്ടാമത്തെ ഓപ്ഷൻ 5/3, മൂന്നാമത്തെ ഓപ്ഷൻ 4/3, നാലാമത്തെ ഓപ്ഷൻ 3/4. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. എ ലൈൻ പാസസ് ത്രൂ ദി പോയിന്റ് 2 എന്ന് പറയുന്ന പോയിന്റ് കൂടെ പാസ് ചെയ്യുന്നു. ഇനി ആർക്ക് പെർപെൻഡിക്കുലറാണ്? 3x plus y is equal to 3 എന്ന് പറയുന്ന ലൈന് പെർപെൻഡിക്കുലറാണ്. 3x plus y is equal to 3 എന്ന് പറയുന്ന ലൈന് പെർപെൻഡിക്കുലറാണ്. ദെൻ y ഇന്റർസെപ്റ്റ് ഈസ് എത്രയാണ് എന്നാണ് ചോദ്യം. ദി ലൈൻ പാസസ് ത്രൂ ദി പോയിന്റ് 2 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു. മാത്രമല്ല ഈ ലൈന് പെർപെൻഡിക്കുലറാണ്. അങ്ങനെയെങ്കിൽ ആ ലൈൻ്റെ y ഇന്റർസെപ്റ്റ് എത്രയാണ് എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ പഠി കിട്ടിയല്ലോ. 2 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുകയും ചെയ്യുന്നു. 3x plus y equal to 3 എന്ന് പറയുന്ന ലൈന് പെർപെൻഡിക്കുലർ ആകുന്ന ലൈൻ്റെ y ഇന്റർസെപ്റ്റ്. ഇതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ ക്വസ്റ്റിനും വായിക്കുമ്പോഴും കൺസെപ്റ്റുകൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. കൺസെപ്റ്റുകൾ വ്യക്തമായി അറിഞ്ഞില്ലെങ്കിൽ എൻട്രൻസ് ക്വസ്റ്റ്യനുകൾ അല്ലെങ്കിൽ JEE പോലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. കൺസെപ്റ്റ് ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഇതിൻ്റെ ഉത്തരമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ശ്രദ്ധിക്കുക. ഓക്കെ, 2 എന്ന് പറയുന്ന പോയിന്റ് കൂടെ പാസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് ആർക്ക് പെർപെൻഡിക്കുലർ ആകുകയും ചെയ്യുന്നുണ്ട്. 3x plus y is equal to 3x plus y equal to 3 എന്ന് പറയുന്ന ലൈന് പെർപെൻഡിക്കുലർ ആകുന്നു. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ ഇപ്പം ഞാൻ അതിനെ ഒരു നാമകരണം ചെയ്യുകയാണ്. AB എന്ന് പറയുന്ന ലൈൻ, AB എന്ന് പറയുന്ന ലൈൻ്റെ y ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? സപ്പോസിനെ PQ എന്ന് വിളിച്ചോ. PQ എന്ന് പറയുന്ന ലൈൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. സ്ലോപ്പ് ഓഫ് PQ കണ്ടുപിടിക്കണം. സ്ലോപ്പ് ഓഫ് PQ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? y ഈക്വൽ mx പ്ലസ് എന്ന രീതിയിൽ അറേഞ്ച് ചെയ്യണം. y ഈക്വൽ ആര് വരും? -3x + 3 എന്ന് പറയുന്ന ഫോമുലായി മാറി. ഈ ലൈന് പെർപെൻഡിക്കുലറാണ്. ഇതിൻ്റെ ഈ AB എന്ന് പറയുന്ന ലൈൻ, PQ എന്ന് പറയുന്ന ലൈന് പെർപെൻഡിക്കുലറാണ് AB എന്ന് പറയുന്ന ലൈൻ. PQവിൻ്റെ സ്ലോപ്പ് അറിയാം. PQവിൻ്റെ സ്ലോപ്പ് എത്ര? -3 ആണ്. ഇതിൻ്റെ നെഗറ്റീവ് റെസിപ്രോക്കലിനെ വിളിക്കുന്ന പേരാണ് സ്ലോപ്പ് ഓഫ് AB, അതായത് 1/3 ആയി മാറി. അപ്പോൾ ആദ്യം ഒന്നുകൂടെ ഞാൻ പറയാം. PQ എന്ന് പറയുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ 3x plus y = 3 ആണ്. അല്ലെങ്കിൽ y = -3x + 3 ആയി മാറും. അപ്പോൾ PQ എന്ന് പറയുന്ന ലൈൻ്റെ സ്ലോപ്പ് അറിയാം, -3 ആണ്. PQ എന്ന് പറയുന്ന ലൈനിലേക്ക് നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ആ പെർപെൻഡിക്കുലർ വിളിച്ച പേരാണ് AB എന്ന് വിളിച്ചത്. 3x ABയുടെ ഇക്വേഷൻ എന്ന് പറയുമ്പം കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? PQ എന്ന് പറയുന്ന ലൈൻ്റെ സ്ലോപ്പിനെ അടിസ്ഥാനപ്പെടുത്തി. PQവിൻ്റെ സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിച്ചു. y is equal to -3x + 3 എന്നായി മാറും. PQവിൻ്റെ സ്ലോപ്പ് വ്യക്തമായിട്ട് അറിയാം, -3 ആണ്. ഈ സ്ലോപ്പിൻ്റെ നെഗറ്റീവ് റെസിപ്രോക്കലായിരിക്കും എന്താണ്? AB എന്ന് പറയുന്ന ലൈൻ്റെ സ്ലോപ്പ്. ABയുടെ സ്ലോപ്പ് അറിയാം, 1/3 ആണ്. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ ഓഫ് AB കണ്ടുപിടിക്കണം. ഇക്വേഷൻ ഓഫ് AB കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഓഫ് AB ഈസ് y - y1 ഈസ് ഈക്വൽ ടു m × x - x1. നമ്മൾ എന്ത് ചെയ്യും? 3 വെച്ച് അങ്ങ് മൾട്ടിപ്ലൈ. അപ്പോൾ 3y - 6 ഈസ് ഈക്വൽ ടു x - 2 എന്നായി മാറും. അല്ലെങ്കിൽ x - 3y ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? -4. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ആദ്യം തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 3x plus y ഈസ് ഈക്വൽ ടു 3 എന്നാണ്. ഈ ലൈനിലേക്ക് വരയ്ക്കപ്പെടുന്ന പെർപെൻഡിക്കുലറാണ്. ആ പെർപെൻഡിക്കുലർ വരുന്ന ഏത് പോയിന്റിൽ നിന്നാണ്? 2 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 3x plus y = 3 എന്ന് പറയുന്നതിൻ്റെ ലൈൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ അതിന് എന്ത് ചെയ്യണം? y is equal to mx plus c എന്ന് പറയുന്ന ഫോമിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? റെഡ്യൂസ് ചെയ്യപ്പെടുക. അതാണ് ഞാൻ ചെയ്തത്. y is equal എന്ത് വിളിച്ചു? -3x plus 3 എന്ന് വിളിച്ചു. അപ്പോൾ അതിൻ്റെ സ്ലോപ്പ് കിട്ടി. എത്രയായി മാറി? -3. ആ ലൈനിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? AB എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ വരയ്ക്കുക. PQവിൻ്റെ സ്ലോപ്പ് -3 ആണെങ്കിൽ അതിലേക്ക് വരയ്ക്കപ്പെടുന്ന പെർപെൻഡിക്കുലറായ ABയുടെ സ്ലോപ്പ് എന്ന് വെച്ചാൽ ഈ സ്ലോപ്പിൻ്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ -3 ആണെങ്കിൽ മറ്റേതിൻ്റെ സ്ലോപ്പ് എത്രയായി മാറി? 1/2. അങ്ങനെയെങ്കിൽ ABയുടെ ഇക്വേഷൻ എഴുതാം. ഏത് ഫോമാണ്? പോയിന്റ് സ്ലോപ്പ് ഫോം. ഒരു പോയിന്റും അറിയാം, സ്ലോപ്പ് ഉണ്ടെങ്കിൽ ലൈൻ്റെ ഇക്വേഷൻ y - y1 ഈസ് ഈക്വൽ ടു m × x - x1. അപ്പോൾ y - y1 ഈസ് ഈക്വൽ ടു m × x - x1. 3 കൊണ്ട് 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3y - 6 ഈസ് ഈക്വൽ x - 2, അല്ലെങ്കിൽ x - 3y, x - 3y. ആ 2 ഇപ്പുറത്ത് പോകുമ്പോൾ 2 - 6 ഈസ് ഈക്വൽ ടു -4 എന്നായി മാറും. ആ 4നെ കൂടെ ഇപ്പുറത്ത് കൊണ്ടുവരാം. x - 3y + 4 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി.
ക്വസ്റ്റ്യൻ ആദ്യം ചോദിച്ചിരിക്കുന്ന വൈ ഇൻ്റർസെപ്റ്റ് എന്നാ. വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ലൈൻ വരയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? അത് എക്സ് ആക്സിൽ മീറ്റ് ചെയ്യുന്നു എന്നർത്ഥം. ഒരു ലൈൻ വരയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? എക്സ് ആക്സിൽ മീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? വൈ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ പുട്ട് എക്സ് ഇസിക്കൽ 0 എന്ന് കൊടുത്താൽ മതിയാകും. എക്സ് ഇസിക്കൽ 0 കൊടുക്കുന്ന സമയത്ത് വൈ ഇൻ്റർസെപ്റ്റ് വെച്ചാൽ വൈ ആക്സിൽ കട്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ്. വൈ ആക്സിൽ എന്തില്ല? എക്സ് കോർഡിനേറ്റ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? എക്സ് ഇസിക്കൽ 0 എന്ന് കൊടുത്തത്. എന്താണ് ഞാൻ പറഞ്ഞത്? വൈ ഇൻ്റർസെപ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വൈ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ വൈ ആക്സിൽ കട്ട് ചെയ്യുന്ന ദൂരമാണ്, ഒറിജിനിൽ നിന്നുള്ള ദൂരമാണ് വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എക്സ് ഇസിക്കൽ 0 എന്ന് കൊടുക്കുക. വൈ ഇൻ്റർസെപ്റ്റ് ആണെങ്കിൽ. എക്സ് ഇൻ്റർസെപ്റ്റ് ആണെങ്കിലോ വൈ ഇസിക്കൽ 0 എന്ന് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇവിടെ വൈ ഇൻ്റർസെപ്റ്റ് ആണ് ക്വസ്റ്റൻ അത് ചോദിച്ചേക്കുന്നത്. അതുകൊണ്ട് പുട്ട് എക്സ് ഇസിക്കൽ 0. എക്സ് 0 ആകുമ്പോൾ ആര് വരും? -3y + 4 = 0, അല്ലെങ്കിൽ -3y = -4. y = എത്ര കിട്ടും? 4/3 എന്ന് കിട്ടും. അപ്പോൾ വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടെത്തി y = 4/3 എന്ന് പറയുന്നതാണ് നമ്മുടെ വ്യക്തമായ സൊല്യൂഷൻ. അപ്പം ചെയ്ത പാറ്റേണുകൾ ഓർമ്മയിരിക്കുക. ഇത് ജെയ്യുടെ 2017 ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഞാൻ പറയാം, ഒരു പോയിന്റ് കൂടെ പാസ് ചെയ്യുന്നു, ഈ ലൈനിലേക്ക് ഒരു പെർപെൻഡിക്കുലർ. അപ്പോൾ ഈ സ്ലോപ്പിൻ്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ ആയിരിക്കും ഈ ലൈൻ. അപ്പോൾ ആദ്യമേ നമ്മൾ കണ്ടുപിടിക്കേണ്ട പി ക്യൂവിൻ്റെ സ്ലോപ്പാണ്. പി ക്യൂവിൻ്റെ സ്ലോപ്പ് നമ്മൾ എന്ത് ചെയ്തു? അതിനെ y = mx + c എന്ന് പറയുന്ന ഫോമിലേക്ക് ഞാൻ റെഡ്യൂസ് ചെയ്തു. അങ്ങനെ സ്ലോപ്പ് കിട്ടി. ആ സ്ലോപ്പിൻ്റെ നെഗറ്റീവ് റെസിപ്രോക്കലാണ് ഈ പറഞ്ഞ 1/3. അപ്പോൾ y - y1 = m × x - x1. യു മൾട്ടിപ്ലൈ ദാറ്റ് ഇക്വേഷൻ ബൈ 3 ഓർ യു ആർ taking the LCM as 3, that is 3y - 6 = x - 2, അല്ലെങ്കിൽ x - 3y = -4, അല്ലെങ്കിൽ x - 3y + 4 = 0. For getting y intercept കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? എക്സിന് 0 എന്ന് കൊടുക്കുന്നു. എക്സ് ഇൻ്റർസെപ്റ്റ് ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വൈക്ക് 0 എന്ന് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു കാര്യം ഓർമ്മയിരിക്കുക. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ കിട്ടുന്നത് 4/3 എന്ന് പറയും. 4/3 എന്ന് പറയുന്നതാണ് നമ്മുടെ സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തതെന്ന് പറഞ്ഞത്, ഒരു ലൈൻ പാസ് ചെയ്യപ്പെടുന്ന പോയിന്റ് അറിയാം, അത് മറ്റൊരു ലൈനിലേക്ക് ഒരു പെർപെൻഡിക്കുലറായി മാറുന്നു. അപ്പോൾ നമ്മളിവിടെ ചെയ്തൊരു കാര്യമെന്ന് പറയുന്നത്, ആ ലൈനിൻ്റെ സ്ലോപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടെത്തി. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആരുണ്ട്? ആ ലൈനിൻ്റെ സ്ലോപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്തിയ നമ്മുടെ ലൈനിൻ്റെ സ്ലോപ്പുണ്ട്, നമ്മുടെ ലൈൻ പാസ് ചെയ്യപ്പെടുന്ന പോയിൻറ്റുമുണ്ട്. അങ്ങനെയെങ്കിൽ എന്താണ്? ഒരു പോയിൻറ്റും സ്ലോപ്പുമായി മാറി. ഒരു പോയിൻറ്റും സ്ലോപ്പുമായി മാറുമെങ്കിൽ ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എഴുതിയ ഫോർമുലയാണ് y - y1 = m × x - x1. ഇതാണ് ചെയ്ത രീതി. അതിനുശേഷം നമുക്ക് ലൈൻ്റെ ഇക്വേഷൻ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ y ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കണം. y ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? x = 0 എന്ന് കൊടുത്താൽ മതി. എക്സ് ഇൻ്റർസെപ്റ്റ് ആണ് കണ്ടുപിടിക്കുന്നതിൽ എന്ത് ചെയ്യണം? y = 0 എന്ന് കൊടുക്കണം. അപ്പോൾ ഇതാണ് ചെയ്യുന്ന രീതി. അപ്പോൾ ആ ഒരു രീതി ഓർമ്മയിൽ ഇരിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് P is the length of the perpendicular. P is the length of the perpendicular from the origin. P is the length of the perpendicular from the origin to the line whose intercepts with the coordinate axis are 1/3 and 1/4. Whose intercepts with the coordinate axis are 1/3 and 1/4. Then the value of P is then the value of P അതിലെ ആദ്യ ഓപ്ഷൻ എന്ന് പറയുന്നത് 3/4, 1/12. രണ്ടാമത്തെ ഓപ്ഷൻ 1/12. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ 3/4 എഴുതി, 1/12 എഴുതി, 1/5 എഴുതാം. ലാസ്റ്റ് ഓപ്ഷൻ നൺ ഓഫ് ദീസ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ വായിക്കാം. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന ഇതാണ്: P is the length of the perpendicular from origin to the line whose intercepts with the coordinate axis are 1/3 and 1/4 ആണ്. Then the value of P കണ്ടുപിടിക്കണം.
ചെയ്ത പിടി കിട്ടിയോ? പറഞ്ഞ ഇത്രയേ ഉള്ളൂ, പിയുടെ വില എത്രയാണ് എന്ന് കണ്ടുപിടിക്കുക. ക്വസ്റ്റിനകത്ത് വ്യക്തമായി പറയുന്നു, ആ ലൈൻ എക്സ് ആക്സും വൈ ആക്സുമായിട്ട് ഉണ്ടാക്കപ്പെടുന്ന ഇൻ്റർസെപ്റ്റുകൾ യഥാക്രമം 1/3 1/4 അങ്ങനെയെങ്കിൽ പിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ പി ഈസ് ദി ലെങ്ത് ഓഫ് ദി പെർപെൻഡിക്കുലർ ഫ്രം ദി ഒറിജിൻ ടു ദി ലൈൻ എന്ന് പറയുന്നുണ്ട്. ആ ലൈൻ എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന ദൂരം 1/3 ആണ്. ആ ലൈൻ വൈ ആക്സിനെ കട്ട് ചെയ്യുന്ന ദൂരം 1/4 ആണ്. നമുക്ക് എന്ത് വേണം? ഈ പറയുന്ന പെർപെൻഡിക്കുലറിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം എന്നർത്ഥം. അപ്പം ചെയ്യുന്ന രീതി ശ്രദ്ധിക്കാം. അപ്പോൾ ലൈൻ എക്സ് ആക്സിനെ കട്ട് ചെയ്ത ദൂരം എത്രയാണെന്നറിയാം? 1/3 ആണ് എന്നറിയാം. വൈ ആക്സിനെ കട്ട് ചെയ്ത ദൂരം എത്രയാണെന്നറിയാം? 1/4 എന്നാണെന്നറിയാം. ഈസ് ഈക്വൽ ടു 1. നമ്മൾ എങ്ങനെ ഇൻ്റർസെപ്റ്റ് ഫോം കണ്ടുപിടിക്കുന്നത്? ഇൻ്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ x/a + y/b = 1 എന്ന് പറയുന്ന ഫോമാണ്. x/a + y/b = 1. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന സമയത്ത് എന്ത് വിളിക്കാം? 3x + 4y = 1 എന്ന് പറയുന്നതാണ് നമ്മുടെ ലൈൻ. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ജനറൽ ഇക്വേഷൻ എങ്ങനെ? ax + by + c = 0 എന്ന് പറയുന്നതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. ഓക്കെ, ഇനി നോർമൽ ഫോമിലുള്ള ജനറൽ ഇക്വേഷൻ എങ്ങനെ? x cos ω + y sin ω = p എന്ന് പറയുന്നതാണ് നമ്മുടെ ഫോം. x cos ω + y sin ω = p എന്ന് പറയുന്നതാണ് നമ്മുടെ ഫോം. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഇതാണ് നമ്മുടെ ലൈൻ. ഫിഗറായിട്ട് വരച്ചു കഴിഞ്ഞാൽ ആ ലൈൻ വരയ്ക്കുന്ന സമയത്ത് എക്സ് ആക്സുമായിട്ട് ബന്ധപ്പെടുത്തി 1/5 യൂണിറ്റ് വെച്ച് കട്ട് ചെയ്യുന്നു. 1/3 യൂണിറ്റ് വെച്ച് കട്ട് ചെയ്യുന്നു. വൈ ആക്സുമായിട്ട് ബന്ധപ്പെടുത്തി 1/4 യൂണിറ്റ് കട്ട് ചെയ്യുന്നു. ഇതാണ് പെർപെൻഡിക്കുലർ. ഈ പിയുടെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എക്സ് ആക്സിലും വൈ ആക്സിലും കട്ട് ചെയ്യപ്പെടുന്ന ദൂരം വ്യക്തമായി തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത ഇൻ്റർസെപ്റ്റ് ഫോമായ x/a + y/b = 1 എന്ന് പറയുന്ന ഫോം എടുത്തത്. എക്സ് ആക്സിൽ കട്ട് ചെയ്ത ദൂരം അറിയാം, വൈ ആക്സിൽ കട്ട് ചെയ്ത ദൂരം അറിയാം. ടോപ്പ് ക്ലാസ്സും G1Dയുമായി ചേർന്ന് നടക്കുന്ന മാത്തമാറ്റിക്സിൻ്റെ ഒരു ക്ലാസ്സാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതിൽ ഒരു സന്തോഷകരമായ കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത്, ടോപ്പ് ക്ലാസ്സിൻ്റെ ഒരു ഓൺലൈൻ ക്ലാസ് ഞങ്ങൾ ലോഞ്ച് ചെയ്യുകയാണ്. അതൊരു 2-way ഇൻട്രാക്ഷൻ സെക്ഷനാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞങ്ങളോട് സംവേദിക്കാനുള്ള അവസരം ഈ ക്ലാസ്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ഏത് ഡൗട്ടിനും വ്യക്തമായ ഒരു മറുപടി ഞങ്ങൾ നൽകുന്നതായിരിക്കും. ഈ മാസം 27 മുതൽ, അതായത് ജൂലൈ 27 മുതൽ സെപ്റ്റംബർ മാസം 11 വരെയുള്ള ഏതാണ്ട് 40-45 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഓൺലൈൻ ക്ലാസ്സാണ് ഞങ്ങൾ കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. ഒരു ദിവസം 6 മണിക്കൂറുള്ള ക്ലാസ്സുകളായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. അത് 4 സെക്ഷൻസ് ആയിരിക്കും ഞങ്ങൾ കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഒരു 40 മുതൽ 45 ദിവസം നീണ്ടു നിൽക്കുന്ന ഓൺലൈനായിട്ടുള്ള ജെഇക്കും നീറ്റിനും വേണ്ടിയുള്ള ക്രാഷ് കോഴ്സാണ് ഞങ്ങൾ കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ മറക്കാതെ ഓർത്തിരിക്കുക, ഈ മാസം 27 മുതൽ സെപ്റ്റംബർ മാസം 11 വരെ 40-45 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഓൺലൈൻ ക്ലാസ്സാണ്. 2-way ഇൻട്രാക്ഷനാണ്. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ഞങ്ങളോട് ഡൗട്ടുകൾ ചോദിക്കാം. അതിന് വ്യക്തമായ സൊല്യൂഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 9400001616 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റായ www.topclasses.in കയറിയാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഞങ്ങളുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളിത് ചെയ്യണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. നന്ദി, നമസ്കാരം.